പ്രകടനങ്ങൾക്കെതിരെ എന്തായാലും കേസുകൾ വരുമെന്നുള്ള ബോധ്യത്തിലാണല്ലോ നമ്മൾ പ്രകടനങ്ങളുടെ എല്ലാം ഭാഗമാകുന്നതും സമരങ്ങളുടെ ഭാഗമാകുന്നതും. അല്ലാതെ ചിലരൊക്കെ ഉണ്ട് ഞങ്ങൾ സമരം ചെയ്യും പക്ഷേ കേസെടുക്കാൻ പാടില്ലെന്ന് പറയുന്ന ചില പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രവർത്തകർ പറഞ്ഞു ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളൊക്കെ മുമ്പും സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ കേസുകളുണ്ട്. ഇപ്പോഴായാലും സമരത്തിൽ പങ്കെടുത്താൽ കേസുണ്ടാകും. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നത് കൊണ്ട് കേസെടുക്കാതൊന്നും ഇരിക്കില്ല പോലീസ്. കേസെടുക്കും, അത് കേസെടുക്കണമല്ലോ. കാരണം ഒരു പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന നിയമ നടപടിയാണ്. അതിനെ ആ തരത്തിൽ നിയമപരമായി തന്നെ നേരിട്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. ഏത് നിലയിലും പ്രതിപക്ഷം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പം കയ്യേറ്റം വരെ ആയല്ലോ ഒരു ഇടതുപക്ഷ പ്രവർത്തക ആയിട്ടുള്ള മന്ത്രിക്ക് നേരെയാണ് കയ്യേറ്റം ഉണ്ടായത്. ചിന്തയ്ക്കെതിരെയുള്ള ഗൂഢാലോചന എന്ന നിലയിലല്ല ഞാൻ കാണുന്നത്. പ്രതിപക്ഷം ആകെ പ്രതിരോധത്തിലാണ്. വീണ ജോർജിനെ ആക്രമിച്ച വിഷയം ഒന്ന് തണുക്കണം, അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായണം. അപ്പോൾ ഇങ്ങനൊരു സാധനം ഉയർത്തിക്കൊണ്ടുവരിക. അപ്പം അതിന് പലപ്പോഴും എനിക്ക് നേരെ ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ഘട്ടത്തിലും, അതാണ് എൻ്റെ ഒരു പ്രധാന, ഒത്തിരി സീരിയസ് ആയ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഇതുകൂടി വിശദീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പലപ്പോഴും എനിക്ക് വരാറുണ്ട്. ഇപ്പം ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ നമ്മൾ കേട്ടുപഴകിയ വാക്കുകളൊക്കെ ചിലപ്പോൾ പ്രയോഗിക്കാറുണ്ടല്ലോ. അപ്പം അതായത് ഞാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഈ പറഞ്ഞതിനെ എന്ന് കരുതും. ഞാൻ കഴിഞ്ഞൊരു ചാനലിലും പറഞ്ഞു, മുടന്തന്യായം നമ്മളെല്ലാവരും പണ്ടൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അത് ശരിയായൊരു പൊളിറ്റിക്സ് അല്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്തരം പ്രയോഗങ്ങൾ പാടില്ല എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. ചിറ്റമ്മ നയം അത് ഒരു സ്ത്രീവിരുദ്ധ പ്രയോഗമാണ് എന്നൊക്കെ മനസ്സിലാക്കി അത്തരം വാക്കുകൾ പോലും ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകുന്ന, തീരുമാനമെടുക്കുന്ന CPIM-ൻ്റെ ഒരു വളരെ ചെറിയ പ്രവർത്തകയാണ് ഞാൻ. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രയോഗങ്ങളിൽ, നമ്മുടെ രീതികളിലൊക്കെ സ്ത്രീവിരുദ്ധമായോ ആരികവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്ക് വിരുദ്ധമായിട്ടോ ഉള്ള പ്രയോഗങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്ന്. അപ്പം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താനും തയ്യാറാണ്, ഇനി ഉണ്ടാവാതെ നോക്കാനും തയ്യാറാണ്. മനുഷ്യർക്ക് അതെല്ലാം ചെയ്യാൻ പറ്റൂ. അവൾ നമ്മുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മുദ്രാവാക്യം വിളി ഉണ്ടായാൽ അപ്പം തന്നെ നിർദ്ദേശം നൽകുന്നുണ്ട്. കൊല്ലത്ത് നടന്ന പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് പ്രകോപന മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇരുവരും പോലീസ് ചിന്ത ജെറോമിനെതിരെ കേസെടുക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്ത നമ്മോട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു സമരം, അതിൽ ചില മുദ്രാവാക്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം വരെ എത്തി നിൽക്കുന്നു. പ്രകടനങ്ങൾക്കെതിരെ എന്തായാലും കേസുകൾ വരുമെന്നുള്ള ബോധ്യത്തിലാണല്ലോ നമ്മൾ പ്രകടനങ്ങളുടെ എല്ലാം ഭാഗമാകുന്നതും സമരങ്ങളുടെ ഭാഗമാകുന്നതും. അല്ലാതെ ചിലരൊക്കെ ഉണ്ട് ഞങ്ങൾ സമരം ചെയ്യും പക്ഷേ കേസെടുക്കാൻ പാടില്ലെന്ന് പറയുന്ന ചില പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രവർത്തകർ പറഞ്ഞു ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളൊക്കെ മുമ്പും സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ കേസുകളുണ്ട്. ഇപ്പോഴായാലും സമരത്തിൽ പങ്കെടുത്താൽ കേസുണ്ടാകും. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നത് കൊണ്ട് കേസെടുക്കാതൊന്നും ഇരിക്കില്ല പോലീസ്. കേസെടുക്കും, അത് കേസെടുക്കണമല്ലോ. കാരണം ഒരു പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന നിയമ നടപടിയാണ്. അതിനെ ആ തരത്തിൽ നിയമപരമായി തന്നെ നേരിട്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആരോപിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ തകർത്തു എന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ പ്രകോപന മുദ്രാവാക്യമുണ്ട്. ഇപ്പോൾ മുദ്രാവാക്യം തെറ്റെന്ന് ചിന്ത പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം സ്ഥാനം കൂടി ശരിയല്ലല്ലോ. നമ്മളൊരു അക്രമ സമരത്തിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ. ആ ഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ലേ പ്രവർത്തകർ ചെയ്യുന്നത്? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ആക്രമണമൊന്നും അവിടെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ആ പ്രകടനത്തിൻ്റെ മുന്നിലായിരുന്നു. അങ്ങനെ ഒരു ആക്രമണം നടന്നതായിട്ട് ആരും നമ്മുടെ ശ്രദ്ധയിൽ പിന്നീടും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ പരാതി കൊടുക്കുമ്പം കുറച്ച് ഒരു ഇതിനു വേണ്ടി കൊടുക്കുന്നതായിരിക്കും. അത് പോലീസ് അന്വേഷിച്ചിട്ട് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുമായിരിക്കും. അങ്ങനെ ഒരു അക്രമ സമരത്തിലേക്കല്ല, മറിച്ച് വളരെ സമാധാനപരമായി പ്രതിഷേധം നടത്തണം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ നിർദ്ദേശം നൽകിയത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്താകെ ഇത് സംബന്ധിച്ച വലിയ അമർഷവും വൈകാരികമായ പ്രതിഷേധവും ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട് മന്ത്രിയെ ആക്രമിച്ച വിഷയത്തിൽ. പക്ഷേ അത് സമാധാനപരമായിരിക്കണം, ക്രമസമാധാനത്തിനൊരു കോട്ടവും തട്ടരുത് എന്നുള്ള നിർദ്ദേശമാണ് പാർട്ടി നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രകടനങ്ങൾ നടന്നിട്ടുള്ളത്. പിന്നെ പ്രതിപക്ഷത്തിനാകെ കൈവിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഒന്ന്, ഓരോ ദിവസം കഴിയും തോറും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ വരുന്ന സമയത്തെല്ലാം അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും കളവാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സംഘർഷവും അതിനുവേണ്ടി അങ്ങനെ ഒരു സ്ഥിതി നിൽക്കുന്നത് കൊണ്ട് എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. ഏത് നിലയിലും പ്രതിപക്ഷം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പം കയ്യേറ്റം വരെ ആയല്ലോ ഒരു ഇടതുപക്ഷ പ്രവർത്തക ആയിട്ടുള്ള മന്ത്രിക്ക് നേരെയാണ് കയ്യേറ്റം ഉണ്ടായത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെയൊക്കെ അവസ്ഥ, ഇടതുപക്ഷ പ്രവർത്തകരുടെ അവസ്ഥ എത്രമാത്രം
ആണ് എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ കായികമായി ആക്രമിക്കുക, മാനസികമായി തകർക്കുക, കള്ളപ്രചരണങ്ങൾ നടത്തുക, വ്യക്തിഹത്യ ചെയ്യുക, ഇതൊക്കെ ഒരു അജണ്ടയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ നമ്മൾ നമ്മുടേതായ ശരിയായ രാഷ്ട്രീയം ഉയർത്തി പ്രതിരോധിക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റൂ. ഇപ്പോഴും മന്ത്രിയെ കായികമായി KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഇതുവരെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പല ആംഗിളിലുള്ള പല ദൃശ്യങ്ങൾ വന്നു. പക്ഷേ KSU പ്രവർത്തകർക്ക് മന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നാണ് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായെന്ന് ഇപ്പോഴും പാർട്ടി അങ്ങനെ ഒരു നിലപാടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്? കാരണം മെഡിക്കൽ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നില്ലേ? മെഡിക്കൽ റിപ്പോർട്ടിൽ കൃത്യമായി മന്ത്രിക്കുണ്ടായ പരിക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പം എന്താണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്? നിങ്ങൾ വിഷ്വൽ പുറത്തുവിടൂ, ഞങ്ങൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാം എന്ന നിലയിലേക്കൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ ഏറ്റവും ഹീനമായ മനസ്സാണ് പുറത്ത് കാണിക്കുന്നത്. പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ കിടക്കുന്നു, ഡോക്ടർമാരുടെ സംഘം പരിശോധിക്കുന്നു, മെഡിക്കൽ റിപ്പോർട്ടിലൂടെ അവർക്ക് കഴുത്തിനുണ്ടായ പരിക്കിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നു. അപ്പോഴും പറയുന്നത് നിങ്ങൾ വിഷ്വൽസ് പുറത്തുവിടൂ എന്നുള്ളതാണ്. അപ്പം 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലെ DYFയുടെ സംസ്ഥാന സെക്രട്ടറി എല്ലാം അത് സൂചിപ്പിച്ചു. വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീര് വാങ്ങിച്ച് പിരിച്ച പൈസയ്ക്ക് വീട് ഇതുവരെ വെച്ചു കൊടുത്തിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ പണം കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ സാംസ്കാരിക കേരളം നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ കാണുന്നുണ്ട്. എത്രയോ വലിയ പ്രചരണം നടത്തി. ചൂരൽമലയിലെ ജനങ്ങൾക്ക് ഇതാ വീട് വെച്ചു കൊടുക്കാൻ പോകുന്നു. ഏതൊക്കെ വീടുകളായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ വക വീട്, അതുപോലെ തന്നെ KPCCയുടെ വീട്, യൂത്ത് കോൺഗ്രസിൻ്റെ വീട്, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ വീടുകളുടെ എണ്ണം വലിയ നിലയിലേക്കുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് പിടിച്ച പൈസയ്ക്ക് വീട് വെച്ച് കൊടുത്തോ? ആ പണം എന്ത് ചെയ്തു? ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ KPCC ഏൽപ്പിച്ചു എന്നൊക്കെയുള്ള നിലയിലാണ്. അപ്പം അത്തരത്തിലുള്ള ഭീമമായ തുക ജനങ്ങളുടെ കണ്ണുനീര് വിറ്റ് വാങ്ങിയെടുത്ത പണം യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട്. അതായിരിക്കാം ഇപ്പോൾ വിഷ്വൽ പുറത്തു വിടുന്നവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നത്. എന്തൊക്കെയായാലും ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. മന്ത്രിക്ക് നേരെ ഇത്തരമൊരു ആക്രമണം അഴിച്ചുവിട്ടത് ഒരിക്കലും ആരും യോജിക്കുന്ന കാര്യമല്ല. അതിനെ അങ്ങ് ഒന്ന് സൈലൻ്റ് ആക്കാൻ, അല്ലെങ്കിൽ ചർച്ച തിരിച്ചുവിടാൻ വേണ്ടിയാണ് പ്രകടനങ്ങളുടെ വാർത്തകൾ കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു പ്രകടനത്തിൻ്റെ വാലറ്റത്തൊരു മുദ്രാവാക്യം വിളിയുണ്ടായാൽ അതെടുത്തു വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആ പ്രകടനത്തിന് മുന്നിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രകടനം മുദ്രാവാക്യം കേൾക്കുന്ന ഘട്ടത്തിൽ ആ ബഹളത്തിൻ്റെ ഇടയിൽ ആദ്യം അത് കേൾക്കുകയും അത് ഏറ്റുവിളിക്കുകയും ഉടൻ തന്നെ എൻ്റെ കൂടെ DYFയുടെ ബ്ലോക്ക് സെക്രട്ടറി അഭിമന്യു ഉണ്ട്. ആ വിഷ്വൽ നോക്കിയാൽ അറിയാം. പിന്നെ ഞാൻ ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നില്ല, ഞാൻ അബിയോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ അബിയുമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി സമാധാനം എന്ന് പറഞ്ഞാൽ ഇത്തരം വാക്കുകൾ പ്രയോഗിക്കേണ്ടതില്ല. അല്ലാതെ തന്നെ നമുക്ക് അതാണല്ലോ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയം. ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന ചിന്തയ്ക്കെതിരെ ഈ വിഷയത്തിൽ നടന്നു എന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് ഇത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു, രാത്രി തന്നെ പോലീസ് തിടുക്കത്തിൽ കേസെടുക്കുന്നു. ഒരു 8 മണിയോടുകൂടി പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പരാതി പോകുന്നു, കേസെടുക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഇങ്ങനെ ചിന്തയ്ക്കെതിരെ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം വരുന്നുണ്ട്. കാരണം ചിന്ത വിളിച്ച മുദ്രാവാക്യം പോലും ഏറ്റു വിളിച്ചത് മാത്രമാണ്, അത് ഒരു തവണ മാത്രം. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ചിന്തയ്ക്കെതിരെയുള്ള ഗൂഢാലോചന എന്ന നിലയിലല്ല ഞാൻ കാണുന്നത്. പ്രതിപക്ഷം ആകെ പ്രതിരോധത്തിലാണ്. വീണ ജോർജിനെ ആക്രമിച്ച വിഷയം ഒന്ന് തണുക്കണം, അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായണം. അപ്പോൾ ഇങ്ങനൊരു സാധനം ഉയർത്തിക്കൊണ്ടുവരിക. അപ്പം അതിന് പലപ്പോഴും എനിക്ക് നേരെ ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ഘട്ടത്തിലും, അതാണ് എൻ്റെ ഒരു പ്രധാന, ഒത്തിരി സീരിയസ് ആയ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഇതുകൂടി വിശദീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പലപ്പോഴും എനിക്ക് വരാറുണ്ട്. അത് ഞാനിപ്പോൾ എനിക്കൊരു ശീലമായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഗൂഢാലോചന തന്നെയാണ്. കാരണം എത്രയോ കാലങ്ങളായി പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രസ്താവനകളുടെ ഭാഗമായിട്ടോ ഒന്നും ഇങ്ങനെ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ഇനിയിപ്പം ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ നമ്മൾ കേട്ടുപഴകിയ വാക്കുകളൊക്കെ ചിലപ്പോൾ പ്രയോഗിക്കാറുണ്ടല്ലോ. അപ്പം അതായത് ഞാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഈ പറഞ്ഞതിനെ എന്ന് കരുതും. ഞാൻ കഴിഞ്ഞൊരു ചാനലിലും പറഞ്ഞു, മുടന്തന്യായം നമ്മളെല്ലാവരും പണ്ടൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അത് ശരിയായൊരു പൊളിറ്റിക്സ് അല്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്തരം പ്രയോഗങ്ങൾ പാടില്ല എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. ചിറ്റമ്മ നയം അത് ഒരു സ്ത്രീവിരുദ്ധ പ്രയോഗമാണ് എന്നൊക്കെ മനസ്സിലാക്കി അത്തരം വാക്കുകൾ പോലും ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകുന്ന, തീരുമാനമെടുക്കുന്ന CPIMൻ്റെ ഒരു വളരെ ചെറിയ പ്രവർത്തകയാണ് ഞാൻ. അപ്പം ഞാൻ ഇത് പരിശോധിക്കാറുണ്ട്. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രയോഗങ്ങളിൽ, നമ്മുടെ രീതികളിലൊക്കെ സ്ത്രീവിരുദ്ധമായോ ആര്യവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്ക് വിരുദ്ധമായിട്ടോ ഉള്ള പ്രയോഗങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്ന്.
അപ്പം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താനും തയ്യാറാണ്, ഇനി ഉണ്ടാവാതെ നോക്കാനും തയ്യാറാണ്. മനുഷ്യർക്ക് അതെല്ലാം ചെയ്യാൻ പറ്റൂ. അവൾ നമ്മുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മുദ്രാവാക്യം വിളി ഉണ്ടായാൽ അപ്പോൾ തന്നെ നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ അബിയുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പരിപാടി കഴിയുന്ന സമയത്തും ഞാൻ പറയുന്നുണ്ട്, നമ്മൾ വൈകാരികമായ മുദ്രാവാക്യം വിളിയായിരിക്കും, പുതിയതായി വന്ന കുട്ടികളായിരിക്കും, പക്ഷേ അത്തരം വിളികളുടെ അങ്ങനത്തെ രീതിയിലേക്ക് നമ്മൾ സംസാരിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിങ്ങനൊരു പ്രചരണം അഴിച്ചു വിടുക, അതിനെക്കുറിച്ചൊരു വലിയ പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ വ്യക്തിപരമായി എന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് കുറേ നാളുകളായി തുടരുന്നതാണ്. അത് ഇനിയും തുടരും. കാരണം എത്ര നാൾ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു അത്രയും നാൾ ഇത് തുടരും എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ ആ ബോധ്യത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനും കഴിയും. എന്തായാലും നടക്കുന്നത് വ്യക്തിപരമായ ആക്രമണമാണ്. ഇനിയും സമരങ്ങൾ പങ്കെടുക്കും, കേസുകൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നാണ് ചിന്ത ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒപ്പം തന്നെ ഈ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ അതിൽ പ്രതിരോധം തീർക്കാനാണ് ഇത്തരത്തിൽ ആരോപണങ്ങളുമായി കോൺഗ്രസ് കടന്നു വരുന്നതെന്നും ചിന്ത വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.